ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പ നാഗരികതയുടെ ഭാഗമായ മൈസൺ, നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പ നാഗരികതയിലെ പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 ആഴ്ചത്തെ സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)B പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ECNet നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ECNet ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ECNetലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും
ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക LPGയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു. भारत सरकार का ये प्रयत्न है कि घरेलू LPG उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग LPG का डिस्ट्रीब्यूशन नॉर्मल है. LPG डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% LPG सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പാൾമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. CBFC ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്.
ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.